അയാൾ നിന്റെ സഹോദരനാണ്. എന്നിട്ട് നമ്മൾ ചോദിക്കില്ലേ അല്ലേ എന്ന് ചോദിക്കും. ആ അല്ലേ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ടാഗ്. അപ്പം നമ്മളൊരു കാര്യം പറയാണ്, അയാൾ നിന്റെ സഹോദരനാണ്. എങ്ങനെ പറയാം? അയാൾ, ഹീ ഇസ്, അയാളാണ്. ഹീ ഇസ് യുവർ ബ്രദർ, അയാൾ നിന്റെ സഹോദരനാണ്. ഇനി അല്ലേ എന്ന് നമ്മൾ ചോദിക്കും അല്ലേ? ഇതെങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. സോ ഹീ ഇസ് യുവർ ബ്രദർ, അയാൾ നിന്റെ സഹോദരനാണ്. ഇനി അല്ലേ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ കോമ ഇട്ടിട്ട് ഇവിടെയുള്ള നമ്മുടെ വേർബ് എന്നുള്ളത് ഈസ് അല്ലേ, ഇതിനെ അങ്ങ് നെഗറ്റീവ് ആക്കണം. ഈസിൻറ്റ് അവൻ, ഹീ. ഹീ ഈസ് യുവർ ബ്രദർ, isn't he? അവൻ നിന്റെ സഹോദരനാണ് അല്ലേ എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. അവൻ നിന്റെ സഹോദരനല്ല, ഇതിനെന്താണ് ക്വസ്റ്റ്യൻ ടാഗ് കൊടുക്കുക? അവൻ നിന്റെ സഹോദരനല്ല. അപ്പം നമ്മൾ ആണോ എന്ന് ചോദിക്കും അല്ലേ? അപ്പം അതെങ്ങനെയാണ് കൊടുക്കുക? ഹീ ഇസ് നോട്ട് യുവർ ബ്രദർ, അവൻ നിന്റെ സഹോദരനല്ല. ഇനി ആണോ എന്നാണ് ചോദിക്കേണ്ടത്. ഇവിടെ ഈസ് നോട്ട് എന്നായതുകൊണ്ട് നമ്മളിവിടെ ഈസ് എന്ന് കൊടുത്താൽ മതി. ഇസ് ഹി, ആണോ? അപ്പം ശ്രദ്ധിക്കുക, ഇസ് എന്നുള്ള സ്ഥലങ്ങളിൽ നമ്മൾ ഇസിൻ്റ് എന്ന് കൊടുക്കണം. ഇസ് നോട്ട് എന്ന് വന്നെടുത്ത് നമ്മൾ ഇസ് എന്ന് കൊടുത്താൽ മതി. ക്ലിയർ? അപ്പം ഇത് നെക്സ്റ്റ് ഇത് നോക്കാം. യു ആർ എ ടീച്ചർ, നീ ഒരു ടീച്ചറാണ്. ആണോ എങ്ങനെ ചോദിക്കാം? കോമ ഇട്ടിട്ട് ആർ വന്നതുകൊണ്ട് ആറിൻറ്റ് യു. ഇവിടെ ആർ നോട്ട്, ഈസ് നോട്ട് എന്ന് സെപ്പറേറ്റ് ചെയ്ത് എഴുതരുത്, നമ്മൾ ഒരുമിച്ചിട്ടാണ് എഴുതുക കേട്ടോ. യു ആർ എ ടീച്ചർ, നീ ഒരു ടീച്ചറാണ്. ആറിൻറ്റ് യു അല്ലേ എന്നാണ് ചോദിക്കുന്നത്. ദേ ആർ ഫ്രണ്ട്സ്, അവർ കൂട്ടുകാരാണ്. എങ്ങനെ ചോദിക്കാം? ആറിൻറ്റ് ദേ. ഇനി ഹീ വാസ് ലേറ്റ്, അവൻ ലേറ്റ് ആയിരുന്നു അല്ലേ, ഇങ്ങനെ ചോദിക്കും? വാസിൻറ്റ് ഹീ. ഇനി ദ ബസ് വാസിൻറ്റ് ലേറ്റ്, ബസ് ലേറ്റ് ആയിരുന്നില്ല, ആണോ? എങ്ങനെ ചോദിക്കാം? ബസ് വാസിൻറ്റ് ലേറ്റ്, വാസ്. ബസ് എന്നുള്ളത് നമ്മൾ എടുത്ത് എഴുതില്ല, ഇവിടെ എല്ലാം നമ്മൾ പ്രനൗണേ കൊടുക്കും.